വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഈശോ ഉപവാസവും പ്രാർത്ഥനയും 40 ദിവസം നടത്തിയതിനെക്കുറിച്ച് നമുക്ക് കാണാം. ആ സമയത്ത് സാത്താൻ പ്രലോഭനവുമായി ഈശോയുടെ അടുത്ത് വന്നു. പിന്നീട് നമ്മൾ 5-ാം അധ്യായത്തിൽ ഗരസേനരുടെ നാട്ടിലെ പിശാച് ബാധിതനെ ഈശോ സുഖപ്പെടുത്തുവാൻ പോയ കാര്യം കാണുന്നു. അപ്പോൾ ഈശോ ഒരു ദൈവമകനെ സൗഖ്യപ്പെടുത്തും എന്നറിഞ്ഞ് പിശാച് അതിൽ ക്രോധം പൂണ്ട് കാറ്റും കടലും പ്രക്ഷോഭിപ്പിച്ച് ഈശോയെയും ശിഷ്യന്മാരെയും വഞ്ചിയിൽ നിന്ന് മറിച്ചിടാൻ ശ്രമിച്ചു. അപ്പോൾ ശിഷ്യന്മാർ ഭയന്ന് വിറച്ച് ഈശോയോട്, ഇതാ നമ്മൾ നശിക്കാൻ പോകുന്നു, നീ അറിയുന്നില്ലേ, ഉറങ്ങുകയാണോ എന്ന് ചോദിക്കുന്നു. ഈശോ അപ്പോൾ അവരെ ശകാരിച്ചുകൊണ്ട് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി വചനത്താൽ. നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ പിശാച് ബാധിതനായ ബാലനെ സുഖപ്പെടുത്തുമ്പോൾ ഈശോ പറയുന്നു, ഇങ്ങനെ നാം കാണുന്നു, പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവുകയില്ല. ഈശോയെ, ഞങ്ങളിലെ തിന്മയുടെ ആസക്തികൾ, ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഞങ്ങളിലുണ്ടെങ്കിൽ നെഗറ്റീവുകൾ എല്ലാം ഈശോയെ അങ്ങയുടെ നാമത്തിൻ്റെ ശക്തിയിൽ ഇപ്പോൾ തന്നെ ഞങ്ങളെ സുഖപ്പെടുത്തണേ എന്ന് യാചിക്കുന്നു. ഈശോയെ, അവിടുത്തെ തിരുഹൃദയം ഞങ്ങൾക്ക് അഭയമായിരിക്കട്ടെ. അങ്ങയുടെ തിരുമുറിവുകളിൽ ഞങ്ങളെ മറയ്ക്കണമേ. ഈശോയെ, നിൻ്റെ തിരുരക്തം എല്ലാ പാപങ്ങളിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിക്കുന്നു എന്നറിയുന്നു. ആ തിരുരക്തത്തിൻ്റെ ശക്തിയിൽ വിശുദ്ധ മത്തായി 26-28 ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നു ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ് എന്ന തിരുവചനത്തിൻ്റെ ശക്തിയിൽ ഈശോയെ ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു. അങ്ങേ തിരുഹൃദയത്തിൽ നിന്ന് കരുണയുടെ സമുദ്രമായി ഞങ്ങൾക്ക് വേണ്ടി പൊട്ടിപ്പുറപ്പെടുന്ന ആ ജലരക്തങ്ങളിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ശിഷ്യന്മാർ പറഞ്ഞതുപോലെ ഞങ്ങളും അങ്ങയോട് യാചിക്കുന്നു. ആമേൻ.